പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒക്കെ ചെങ്ങായി ഒറ്റയടിക്ക് ദരിദ്രരാക്കാൻ പോകുന്നത് 7.25 ലക്ഷം ഇന്ത്യക്കാരെ. പെട്ടെന്ന് കേൾക്കുമ്പോൾ ആശ്ചര്യവും അമ്പരപ്പും തോന്നുമെങ്കിലും ഏതാനും ആഴ്ചകൾക്കകം അത് സംഭവിക്കാൻ പോകുന്നുവെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്ന് തിരിച്ചയക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത്തരത്തിൽ തിരിച്ചയക്കാനുള്ള 18,000 അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരുടെ ആദ്യഘട്ട പട്ടിക US തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് തൽക്കാലം പുറത്തുവിട്ട പട്ടിക മാത്രമാണെന്നും യഥാർത്ഥ കണക്ക് കേന്ദ്ര സർക്കാർ മറച്ചു വച്ചിരിക്കുകയാണെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 7.25 ലക്ഷമാണ് US-ലുള്ള ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണമെന്നാണ് പ്രമുഖ അമേരിക്കൻ ഗവേഷണ സ്ഥാപനമായ പ്യൂ റിസർച്ച് സെന്റർ ഉൾപ്പെടെ പുറത്തുവിട്ട കണക്കുകളിലുള്ളത്. അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക തിരിച്ചയക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്താൻ ചേർന്ന പാർലമെന്റിന്റെ വിദേശകാര്യ മന്ത്രാലയ യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭാംഗവുമായ രാജീവ് ശുക്ല പറയുന്നതും US-ൽ 7.25 ലക്ഷം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുണ്ടെന്ന് തന്നെയാണ്. അവരെ US തിരിച്ചയക്കാൻ ഒരുങ്ങുകയാണെന്നും ശുക്ല വ്യക്തമാക്കുന്നു. യോഗത്തിലെ ചർച്ചകളിൽ നിന്നാണ് തനിക്ക് ഇക്കാര്യം മനസ്സിലായതെന്നും BCCI ഉപാധ്യക്ഷൻ കൂടിയായ ശുക്ല പറയുന്നു. വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ളതും പക്ഷപാതരഹിതമായി പ്രവർത്തിക്കുന്നതുമായ പ്യൂ റിസർച്ച് സെന്റർ US-ലെ സാമൂഹിക പ്രശ്നങ്ങൾ, പൊതുജനാഭിപ്രായം, യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയും ലോകത്തെയും രൂപപ്പെടുത്തുന്ന ജനസംഖ്യാപരമായ പ്രവണതകൾ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന സ്ഥാപനമാണ്. പ്യൂ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന പ്യൂ റിസർച്ച് സെന്റർ പ്യൂ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു അനുബന്ധ സ്ഥാപനമായാണ് പ്രവർത്തിച്ചു വരുന്നത്. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ റിസർച്ചിന്റെ ട്രാൻസ്പെറൻസി ഇനീഷ്യേറ്റീവ് ചാപ്റ്ററിലുള്ള അംഗമാണ് പ്യൂ. 2016 പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2009 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ എണ്ണം ഏകദേശം 1,30,000 ആയിരുന്നു. എന്നാൽ 2016ഓടെ ഇത് 5 ലക്ഷമായി ഉയർന്നെന്നും പ്യൂ പറയുന്നു. 2014 നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിലേറിയതിന് പിന്നാലെ ഇന്ത്യയിൽ ജീവിത സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതാകാം രാജ്യത്ത് നിന്ന് കുടിയേറ്റം നടത്തുന്നവരുടെ എണ്ണം കൂടാൻ കാരണമെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. 2022 പ്യൂ കണക്കുകൾ പ്രകാരം അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരിൽ ഏകദേശം 16% പേരും ഇന്ത്യക്കാരാണ്. 2024ഓടെ ഏകദേശം അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 7,25,000 വരെ ആകാമെന്നാണ് പ്യൂ റിസർച്ചിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ചൊവ്വാഴ്ച ചേർന്ന പാർലമെന്റിന്റെ വിദേശകാര്യ മന്ത്രാലയ സമിതി യോഗത്തിൽ പങ്കെടുത്ത രാജീവ് ശുക്ല പറയുന്നതും മറ്റൊന്നുമല്ല. ഇന്ന് ഞാൻ പാർലമെന്റിലെ വിദേശകാര്യ മന്ത്രാലയ യോഗത്തിൽ പങ്കെടുത്തു. 7.25 ലക്ഷം ഇന്ത്യക്കാരെ നിയമവിരുദ്ധമെന്ന് പറഞ്ഞ് അമേരിക്ക തിരിച്ചയക്കാൻ പോകുന്നുവെന്നാണ് അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഈ ലക്ഷക്കണക്കിന് ആളുകൾ വർഷങ്ങളായി അവിടെ താമസിക്കുന്നവരാണ്. അവർ അവിടെ നന്നായി സമ്പാദിക്കുന്നുമുണ്ട്. എന്നാൽ ഇന്ത്യയിൽ അവർക്ക് ഒന്നുമില്ല. ഇവിടെ തിരിച്ചെത്തിയാൽ അവർക്ക് എന്തു ചെയ്യാനാകും? സമ്പന്നതയിൽ നിന്ന് അവർ പെട്ടെന്ന് ദരിദ്രരായി മാറും. എക്സിൽ ചൊവ്വാഴ്ച ഇട്ട പോസ്റ്റിൽ രാജീവ് ശുക്ല കുറിച്ച വരികളാണിത്. എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാരോ വിദേശ മന്ത്രാലയമോ തയ്യാറായിട്ടില്ല. അമേരിക്ക തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരുടെ ആദ്യ സംഘം ബുധനാഴ്ച പഞ്ചാബിലെ അമൃത്സറിലെത്തിയിരുന്നു. അമേരിക്കയിലെ ടെക്സസിൽ നിന്ന് പുറപ്പെട്ട US വ്യോമസേന വിമാനം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പഞ്ചാബിലെത്തിയത്. ഗുജറാത്ത്, ഹരിയാന സ്വദേശികളാണ് നാടുകടത്തപ്പെട്ടവരിൽ കൂടുതലും. ഗുജറാത്ത് 33, ഹരിയാന 33, പഞ്ചാബ് 30, ഉത്തർപ്രദേശ് 3, മഹാരാഷ്ട്ര 3, ചണ്ഡീഗഡ് 2 എന്നിങ്ങനെയാണ് സംസ്ഥാനം തിരിച്ചുള്ള കണക്ക്. ഇവരിൽ 75 പുരുഷന്മാരും 25 സ്ത്രീകളും ഉൾപ്പെടും. ഇതിൽ 12 പേർ പ്രായപൂർത്തി ആകാത്തവരാണ്. കൂടാതെ 48 പേർ 25 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. ഗുജറാത്തിൽ നിന്നുള്ള 4 വയസ്സുകാരനാണ് ആദ്യ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞാൾ. ഇന്ത്യൻ എംബസി വഴി പൗരത്വം ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇവരെ അമേരിക്ക ഇന്ത്യയിലേക്ക് കയറ്റിവിട്ടത്. 1,100 ഇന്ത്യക്കാരെ കഴിഞ്ഞ വർഷം അമേരിക്ക തിരിച്ചയച്ചിരുന്നുവെങ്കിലും ചരിത്രത്തിൽ ആദ്യമായാണ് സൈനിക വിമാനത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത്. കൊളംബിയ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പൗരന്മാരെ സൈനിക വിമാനത്തിൽ അയക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിലും ട്രംപിന്റെ സ്വന്തം ഫ്രണ്ട് പക്ഷേ മൗനത്തിൽ ഒളിക്കുകയായിരുന്നു. തങ്ങളുടെ പൗരന്മാരെ തിരിച്ചയച്ച സൈനിക വിമാനം ലാൻഡ് ചെയ്യാൻ അനുവദിക്കാതിരുന്ന കൊളംബിയ തങ്ങളുടെ പൗരന്മാർക്കായി 2 വിമാനങ്ങൾ അയച്ചുകൊടുത്താണ് പ്രതികരിച്ചത്. US തിരിച്ചയച്ചവരെ ചങ്ങലയിൽ ബന്ധിച്ചിരുന്നെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അനധികൃത കുടിയേറ്റം അമേരിക്കയിൽ ക്രിമിനൽ കുറ്റമല്ലെന്നിരിക്കെയാണ് ട്രംപ് ഭരണകൂടം കുടിയേറ്റക്കാരോട് ഈ ക്രൂരത ചെയ്തത്. ഇന്ത്യക്കാരെ കൈവിലങ്ങിട്ട് അപമാനിക്കുന്ന ചിത്രങ്ങൾ സങ്കടപ്പെടുത്തുന്നതാണെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞു. UPA ഭരണകാലത്ത് ഇന്ത്യൻ നയതന്ത്രജ്ഞയായിരുന്ന ദേവയാനി ഗോബ്രഗഡയെ അമേരിക്ക വിലങ്ങുവെച്ച് സംഭവം ഓർമ്മിപ്പിച്ച പവൻ ഖേര അന്ന് UPA സർക്കാർ സ്വീകരിച്ച കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുകയും ചെയ്തു.
US ഭരണകൂടം ഒടുവിൽ ഖേദം പ്രകടിപ്പിച്ചതും പവൻ ഖേര ചൂണ്ടിക്കാട്ടി. എന്നാൽ സൈനിക വിമാനത്തിൽ ഇന്ത്യക്കാരെ വിലങ്ങ് വെച്ച് കൊണ്ടുവന്നത് മോദി ഭരണകൂടത്തെ തെല്ലും അലോസരപ്പെടുത്തുന്നില്ലെന്നാണ് അവരുടെ മൗനം വ്യക്തമാക്കുന്നത്. കുടിയേറ്റക്കാരെ ഉടൻ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുമെന്ന് US നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. ജനുവരി 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഫോണിൽ സംസാരിക്കുന്നതിനിടെ ട്രംപും ഇക്കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സത്വര നിലപാട് സ്വീകരിച്ചില്ലെന്ന് പരാതിയും ഉയർന്നു കഴിഞ്ഞു. നിലവിൽ US ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരുള്ള മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. മെക്സിക്കോ, എൽ സാൽവദോർ എന്നീ രാജ്യങ്ങളാണ് 1ഉം 2ഉം സ്ഥാനത്തുള്ളത്. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെല്ലാം തൊഴിൽ രേഖകളുമായി അമേരിക്കയിൽ എത്തിയവരാണെന്നും പിന്നീട് അതിൻ്റെ കാലാവധി അവസാനിച്ചതോടെ അവരെയെല്ലാം അനധികൃത കുടിയേറ്റക്കാരായി മാറ്റുകയെന്നുമാണ് പഞ്ചാബ് NRI അഫയേഴ്സ് മന്ത്രി കുൽദീപ് സിംഗ് ധാലിവാർ പറയുന്നത്. അനധികൃത കുടിയേറ്റക്കാർ എന്ന് ചാപ്പകുത്തി അമേരിക്ക തിരിച്ചയച്ച ഇന്ത്യക്കാർ ഒരു കാലത്ത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി കൂടി അധ്വാനിച്ചവരാണെന്നും ഇവരെ നാടുകടത്തുന്നതിന് പകരം പൗരത്വം നൽകി അവിടെ തുടരാൻ അനുവദിക്കുകയായിരുന്നു ഭരണകൂടം ചെയ്യേണ്ടിയിരുന്നതെന്നും അദ്ദേഹം പറയുന്നു. തിരിച്ചെത്തിയവർ ഇവിടെ എന്തു ചെയ്യുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെന്ന് മുദ്രകുത്തപ്പെട്ടവരാണെങ്കിലും US ജോലിയോ ബിസിനസ്സോ ചെയ്ത് സാമ്പത്തികമായി നല്ല നിലയിൽ ജീവിച്ചിരുന്നവരാണ് ഈ 7.25 ലക്ഷം പേരിൽ ഏറെക്കുറെ എല്ലാവരും. അവരാണിപ്പോൾ ഒന്നുമില്ലാതായി ശൂന്യമായ കൈകളോടെ എന്തു ചെയ്യണമെന്നറിയാതെ നാട്ടിൽ തിരിച്ചെത്താൻ പോകുന്നത്. 7.25 ലക്ഷം പേരിൽ പലരും നിരവധി കുടുംബങ്ങളുടെ അത്താണികൾ കൂടിയായിരിക്കും. ഇവരുടെ പുനരധിവാസവും ഉപജീവനവുമെല്ലാം രാജ്യത്തിന് തന്നെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പോഴും ഒക്കെ ചങ്ങാതിയെ എങ്ങനെ പിണക്കാതിരിക്കണമെന്നും സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കാതിരുന്നതിൻ്റെ അപമാനത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുമെല്ലാം ചിന്തിച്ചു നടക്കുകയാണ് മോദിയും കൂട്ടരും. സ്വന്തം പൗരന്മാരെക്കുറിച്ച് ചിന്തിക്കാൻ എവിടെ ഇവർക്ക് സമയം? Waytonikah.com, the exclusive Muslim matrimonial site.